ശ്രവിച്ച് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ആരംഭിച്ച ഒരു സമർപ്പണ യാത്ര. പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിലൂടെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ യാത്ര അനേകം ഹൃദയങ്ങളിൽ പ്രത്യാശയുടെ ദീപം തെളിയിച്ചിരിക്കുന്നു. രജത ജൂബിലി എന്നത് കാലത്തിന്റെ ഒരു നാഴികക്കല്ല് മാത്രമല്ല, ദൈവവിശ്വാസത്തിന്റെ, സമർപ്പണത്തിന്റെ, കരുണയുടെ, അനവധിയായ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യപത്രം കൂടിയാണ്. ഓരോ ചുവടിലും ദൈവഹിതം തേടി ഓരോ ദിനവും സ്നേഹത്തിന്റെ സുവിശേഷം ജീവിതം കൊണ്ട് പ്രഘോഷിച്ച് ഈ പുണ്യയാത്ര വരും തലമുറയ്ക്ക് പ്രചോദനമേകുന്ന വിശ്വാസ സാക്ഷ്യമാണ്. ഈ ജീവചരിത്രം ഒരു വ്യക്തിയുടെ ജീവിതകഥ മാത്രമല്ല, ദൈവവിളിയോട് പൂർണ്ണ ഹൃദയത്തോടെ അതെ എന്ന് പറഞ്ഞ ഒരു ആത്മാവിന്റെ കൃപാനുഭവങ്ങളുടെ രേഖപ്പെടുത്തലും കൂടിയാണ്. ദൈവത്തിന്റെ അദൃശ്യകരം ഒരു ജീവിതത്തെ എങ്ങനെയെല്ലാം രൂപാന്തരപ്പെടുത്തുന്നു, അനുഗ്രഹമാക്കുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 1981 സെപ്റ്റംബർ 25 വെളിയന്നൂർക്കാരൻ ആന്റണി മേരി ദമ്പതികളുടെ മൂത്ത മകളായി ജനിച്ചു. നിഷ എന്ന പേരോടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കണ്ണിലുണ്ണിയായി വളർന്നു. 5 വർഷത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ശേഷം കൂട്ടുകൂടാൻ ആങ്ങള ഷിൻഡോയെയും ദൈവം തന്നു. ബാല്യകാല പഠനം പള്ളിവക നഴ്സറി സ്കൂളിലും പ്രൈമറി വിദ്യാഭ്യാസം കണിമംഗലം സെന്റ് തെരേസാസ് കോൺവെന്റ് സ്കൂളിലും UP ഹൈസ്കൂൾ പഠനം തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലും പൂർത്തിയാക്കി. ദൈവവിളി തിരിച്ചറിഞ്ഞ നിഷ അതിനോട് പ്രത്യുത്തരിച്ച് ഒളരിക്കര ഹോളി ഫാമിലി നവജ്യോതി മഠത്തിൽ അർത്ഥിനിയായി ചേർന്നു. 5 വർഷത്തെ പരിശീലന കാലഘട്ടം പൂർത്തീകരിച്ച് 2002 മെയ് 14 സിസ്റ്റർ ഷീൻ മരിയ എന്ന പേരോടെ ആദ്യ വ്രതാർപ്പണവും 2007 മെയ് 14 നിത്യവ്രതാർപ്പണവും ചെയ്ത് ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറി. സന്യാസ ജീവിതത്തിന്റെ ശുശ്രൂഷകളും സേവനങ്ങളും ദൈവജനത്തിന് കാഴ്ചവെച്ച് പട്ടിക്കാട്, വടൂക്കര, വടക്കാഞ്ചേരി, ബോംബെ എന്നിവിടങ്ങളിലെ മഠങ്ങളിൽ ആയിരുന്ന പഠനത്തോടൊപ്പം സന്യാസ ജീവിതവും ആസ്വദിച്ചു. 2010 മൂവാറ്റുപുഴ കൃപാജ്യോതി പ്രൊവിൻസിലേക്ക് ഓപ്ഷൻ നടത്തി. തുടർന്ന് രാജഗിരി കോളേജിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ഇടുക്കി, കോട്ടയം എന്നിവിടങ്ങളിലെ മഠങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് കദളിക്കാട് കുടുംബങ്ങളുടെ സമുദ്ധാരണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നീണ്ട 7 വർഷം കോർഡിനേറ്ററായും സെക്രട്ടറിയായും നിസ്തുല സേവനം കാഴ്ചവെച്ചു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ചൈതന്യം സ്വീകരിച്ച് പാവപ്പെട്ടവരിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും വിവിധ ഗവൺമെന്റ് പ്രൊജക്ടുകളുമായി സിസ്റ്റർ ഷീൻ മരിയ ഒരു കൈത്താങ്ങായി മാറി. കുടുംബങ്ങളുടെ സമുദ്ധാരണത്തിനും വിശുദ്ധീകരണത്തിനും ധാരാളം ട്രെയിനിങ്ങുകളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ബോധവൽക്കരണ ക്ലാസുകളും കൗൺസിലിങ്ങുകളും സ്ത്രീകൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ആദിവാസികൾ, മലയോര കർഷകർ എന്നിവർക്കായി സംഘടിപ്പിച്ചു. മിഷൻ ചൈതന്യം ഉള്ളിൽ നിറഞ്ഞ സിസ്റ്റർ ഷീൻ മരിയ കല്യാൺ, ശംഷാബാദ് എന്നീ രൂപതകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റ് ആനിമേറ്ററായി 4 വർഷവും, ജീസസ് യൂത്ത് മൂവ്മെന്റ് ഓൾ കേരള പാരിഷ് മിനിസ്ട്രി, കോതമംഗലം രൂപത ഫാമിലി മിനിസ്ട്രി, പാലിയേറ്റീവ് കെയർ, സോണൽ ആനിമേറ്റർ എന്നീ നിലകളിൽ 10 വർഷവും, നിർമ്മല കോളേജ് കൗൺസിലറായി 7 വർഷവും സേവനമനുഷ്ഠിച്ച് 5 വർഷമായി പ്രൊവിൻഷ്യൽ സെക്രട്ടറി, ജൂനിയേഴ്സ്, മിസ്ട്രസ് എന്നീ ശുശ്രൂഷകൾ ചെയ്തു. ദൈവകൃപയുടെ 25 വർഷത്തെ സമർപ്പിത വഴികളിൽ കവയിത്രി എന്ന സ്ഥാനത്തിനും ദേശീയ അവാർഡിനും സിസ്റ്റർ ഷീൻ മരിയയെ ദൈവം ഒരുക്കി. ഏൽ, ഡഹ്ലാദ എന്നീ 2 ഗ്രന്ഥരചനകൾ നിർവഹിച്ച് ജനഹൃദയങ്ങളിൽ പ്രകാശം നൽകി സിസ്റ്ററിനെ ദൈവം മാറ്റി. ഈശോയുടെ സ്വന്തം ഷീൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സിസ്റ്റർ ഷീൻ മരിയയ്ക്ക് ജൂബിലി മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കി ഡ്രൈവിംഗിലും സിസ്റ്റർ പ്രാവീണ്യം നേടി എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. കൃപയുടെ വഴികളിൽ ഈ ജൂബിലി വർഷത്തിൽ, ഈ വേളയിൽ സിസ്റ്ററിൽ നിറയുന്ന കൃതജ്ഞയുടെ വികാരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഒപ്പം മാതാപിതാക്കൾക്കും സ്നേഹസ്വന്തങ്ങൾക്കും ഹോളി ഫാമിലി സന്യാസി സമൂഹത്തിനും കൃപാജ്യോതി പ്രൊവിൻസിനും ആത്മീയ പാതയിൽ വെളിച്ചം പകർന്നവർക്കും
കൂടെ നടന്ന് സൗഹൃദം സാഫല്യമാക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും അനുഗ്രഹത്തിന്റെ തണൽ വിരിയിച്ച എല്ലാ സുമനസ്സുകൾക്കും മുൻപിൽ ഈ ജീവചരിത്രം സമർപ്പിക്കുന്നു.